അപ്പോഴേ നമുക്കിന്ന് ഒരു മുളക് വറുത്തം ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ ഒക്കെ മുളക് വറുത്ത് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു മുളക് വറുത്തം ഉണ്ടാക്കാം. അത് നമ്മുടെ നെയ്മുളക് ഉണ്ടല്ലോ, ഒക്കെ എല്ലാവരുടെ വീട്ടിലൊക്കെ കാണും. ഇതുണ്ട് ഈ നെയ്മുളകാണേ. ഇത് നമുക്ക് ചമ്മന്തി അരയ്ക്കുമ്പോഴും അല്ലാണ്ട് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര രുചിയാണല്ലോ. പിന്നെ ചോറിനകത്തിലൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് കറിക്കൊക്കെ ചേർക്കാം. അങ്ങനെ പല രീതിയിലൊക്കെ നമുക്ക് എടുക്കാം. അപ്പം ചോറിൻ്റെ കൂടെ നമുക്കിത് ഫ്രൈ ആക്കി കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഫ്രൈ ആക്കുന്നതെന്ന്. ഇത്ര എടുത്തിട്ടുണ്ട്, ഞാൻ ഇത്ര മതി. ഇത് കണ്ട് ഇത് ഞാൻ ഇങ്ങനെ തണ്ട് കളയാതെ വിടുവിക്കരുത്. ഇത്രയാകാം. ഇതെന്തിനാ ഇങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുപോലെ മുക്കി നമ്മുടെ എണ്ണക്കകത്തിന് മുകളിൽ ഇത് പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് എരിവല്ലേ മേത്തും ഒക്കെ നമുക്ക് വീഴും. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കും. തന്നെയല്ല മൈദയാണേ. ഇത്രയൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ 4 സ്പൂൺ എടുക്കാം. ഇതിൻ്റെ 2 സ്പൂൺ അരിപ്പൊടിയാണ്. ഒരു 3 സ്പൂൺ ഇട്ടേക്കാം. ഇത്ര മതി. ഉപ്പ് എന്നിട്ട് പോവാം. മഞ്ഞൾപ്പൊടി തപ്പി പോവാം. ശകലം മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടിയില്ല, മഞ്ഞൾപ്പൊടി. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് ചട്ടയൊക്കെ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുക്കളയിലെ എൻ്റെ പുതിയ മുദ്രാവാക്യമാണ് കുറച്ചെണ്ണ കൊണ്ട് കൂടുതൽ പാചകം. ഇതിന് നമുക്ക് ഓരോ മുളകും ഈ മാവിലോട്ട് ഇട്ടൊന്ന് മിക്സ് ആക്കാതെ ഇതിനകത്തിലോട്ട് കയറണം. ഈ മാവ് ഇതിനകത്തിലോട്ട് ഒന്ന് കയറട്ടെ. അതിനത് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് കൊടുക്കണം. കോരിയെടുക്കാമല്ലോ. കണ്ടോ, നല്ല ഉരുണ്ട് കിടക്കുന്നുണ്ടോ? നല്ല മധുരമുളക്. നമ്മൾ നെയ്മുളക് മധുരമുളകല്ല, നെയ്മുളക് എടുത്തേ. അപ്പം നമ്മുടെ ബജിയൊക്കെ ഇടയിലുണ്ട്. നമ്മുടെ നെയ്മുളക് ബജിയാണ്. അപ്പോൾ എരിവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ മാവിനൊക്കെ മുക്കി ഉണ്ടാക്കിയത്. ഇത് വേണമെങ്കിൽ നമ്മൾ കടൽമാവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കി നമുക്ക് സൂപ്പർ ടേസ്റ്റാണ്. കടൽമാവ് എൻ്റെ ഇപ്പോൾ കടൽമാവ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കടൽമാവ് എടുത്തില്ല. ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അടിപൊളി നമ്മുടെ ബജിയാണ് കേട്ടോ. മധുരം